മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പ്രഭാത വിരുന്നിലൂടെ കൂടുതൽ ദൈവവിശ്വാസത്തിലും വചനത്തിലും അധിഷ്ഠിതമായി ജീവിക്കാൻ ഈശോ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് ഈ ഒരു വചന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. അമ്മ നമ്മളെ ശക്തമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്നുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ ഇടപെടട്ടെ. എന്തിനു വേണ്ടിയാണ്? കൂടുതൽ കാര്യമായി ഗൗരവമായി വചനത്തെ അറിഞ്ഞ് ജീവിക്കാൻ ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രത്യേകം പരിശുദ്ധാത്മാവിൻ്റെ മാധ്യസ്ഥവും സഹായം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വചനം കേൾക്കുന്നത് തൊട്ട് മുമ്പായിട്ട് കർത്താവിൻ്റെ കരുണ ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവരെ ഓർക്കുക. ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് കർത്താവിന് കരുണ ധാരാളമായി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്നത് കർത്താവിൻ്റെ കരുണയെക്കുറിച്ചാണ്. അതിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 13 മുതൽ 13, 14, 15 3 വാക്യങ്ങൾ. എല്ലാ വചനഭാഗവും വായിക്കുന്നില്ല. നായിൻ പട്ടണത്തിലെ വിധവയുടെ ഏക മകനെ യേശു ഉയർപ്പിക്കുന്ന വചനമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ ആ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമുള്ള വചനം മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. വചനം ഇങ്ങനെയാണ്: അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ പറയാൻ പോകുന്ന ആശയവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇത് മാത്രം തിരഞ്ഞെടുത്തത്. ഒറ്റ വാക്കിൽ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, കർത്താവിൻ്റെ കരുണ എന്നാൽ എന്താണ്? കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കരുണ എന്താണ് എന്ന് പല ഉത്തരങ്ങളും പലരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായേക്കാം. എങ്കിലും അച്ഛന് തോന്നിയ ഒരു ഉത്തരമാണ് കർത്താവിൻ്റെ കരുണ എന്താണ്. മനുഷ്യൻ്റെ കുറവുകളിലേക്ക് നിറവായി ദൈവം
ഇറങ്ങി വരുന്നതാണ് കർത്താവിൻ്റെ കരുണ. ഒരിക്കൽ കൂടി പറയുകയാണ്, മനുഷ്യൻ്റെ കുറവുകളിലേക്ക് ദൈവം തമ്പുരാൻ നിറവുകളായിട്ട് ഇറങ്ങി വരുന്നതാണ് കർത്താവിൻ്റെ കരുണ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കുറവുകൾ ദൈവം തമ്പുരാൻ നിവർത്തുന്ന ഏത് സാഹചര്യമാണോ ആ സാഹചര്യത്തെയാണ് കർത്താവിൻ്റെ കരുണയുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ ഈ വചനം നായിൻ പട്ടണത്തിലെ വിധവയുടെ ഏക മകനെ ഉയർപ്പിക്കുന്ന ആ ഒരു വചനഭാഗം അത് മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം യേശു വിശുദ്ധ ഗ്രന്ഥത്തിൽ 3 പേരെയാണ് ഉയർപ്പിക്കുന്നത്. ഒന്ന് ജൈറൂസിൻ്റെ മകള്, രണ്ടാമത്തേത് ലാസർ, മൂന്നാമത്തേത് ഇപ്പോൾ നമ്മൾ വായിച്ച നായിൻ പട്ടണത്തിലെ വിധവയുടെ ഏക മകൻ. അങ്ങനെ വിധവയുടെ ഏക മകനെ യേശു ഉയർപ്പിക്കാനുള്ള കാരണം വിധവയോട് തോന്നിയ കരുണയാണ്. കരുണ അങ്ങനെ പറയാനുള്ള കാരണം യേശുവിൻ്റെ കാലത്ത് സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യമൊന്നുമില്ലായിരുന്നു. ഒതുങ്ങിക്കൂടി ജീവിക്കണം. അതിനേക്കാളും അധോഗതിയായിരുന്നു വിധവകൾക്ക്. അവർ ഭിക്ഷ യാചിക്കണം. അവർക്കാരും ദൈനംദിന ചിലവൊന്നും ആർക്കും നൽകുകയൊന്നുമില്ല. വിധവയല്ലേ, സഹായിച്ചേക്കാം, അങ്ങനത്തെ ഒരു സാധ്യത അവിടെ ഇല്ലായിരുന്നു. അവർ തെരുവീതികളിൽ നിന്ന് ഭിക്ഷ യാചിച്ച് കിട്ടുന്നത് കൊണ്ട് അവർ ദൈനംദിന ജീവിതത്തിലൂടെ അവർ കടന്നു പോകണം. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു വചനഭാഗത്തിൽ വിധവ തനിക്ക് ന്യായം ലഭിക്കണം വേണ്ടി ന്യായാധിപൻ്റെ അടുത്ത് പോയി മുട്ടിപ്പായിട്ട് അവനെ ശല്യപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. കാരണം വേറെ വഴിയില്ല അവർക്ക്. അങ്ങനെ ഒരു വഴിയില്ലാത്ത വിധവയ്ക്ക് ആകെ ആശ്രയമായിട്ടിരുന്ന മകനാണ്. ഈ മകനും കൂടി മരിച്ചു പോയാൽ വിധവയുടെ അവസ്ഥ വളരെ ശോചനീയമാകും, വളരെ മോശമാകും. ഇത് മനസ്സിൽ കണ്ട യേശുനാഥന് അവളോട് എന്ത് തോന്നി? അവൾ കൂടുതൽ അപകട സാധ്യതകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവൾക്ക് കൂടുതൽ സഹായമായിട്ട് അവളുടെ മരിച്ചുപോയ മകൻ അവളുടെ കൂടെ ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിച്ചു. അവളുടെ കുറവായിരുന്നു അവളുടെ മകൻ, ആകെ ആശ്രമമായിട്ടുള്ള മകൻ മരിച്ചപ്പോൾ. അപ്പോൾ ആ മകനെ തിരിച്ചു കൊടുക്കുമെങ്കിൽ അവൾക്ക് ആശ്വാസമാണ്. അപ്പോൾ ആ സ്ത്രീയുടെ, വിധവയുടെ കുറവുകളിലേക്ക്, വേദനകളിലേക്ക് യേശു തമ്പുരാൻ നിറവായി, അനുഗ്രഹമായി, കൃപയായി, ആശ്വാസമായി ഇറങ്ങിച്ചെന്നു. അതിനെയാണ് നമ്മൾ കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കുറവുകളിലേക്ക് ദൈവം തമ്പുരാൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന സാഹചര്യത്തെ നമ്മൾ കർത്താവിൻ്റെ കരുണ എന്ന് വിളിക്കും. അതിന് വേറെ ഒരു ഉദാഹരണം 2 എണ്ണം കൂടി പറയാമെന്ന് കരുതി. കാരണം വചനം കേൾക്കുന്നവർക്ക് പല കോണ്ടെക്സ്റ്റിൽ പറയുമ്പോഴേക്കും അത് പെട്ടെന്ന് മനസ്സിൽ ഗ്രഹിക്കാൻ സാധിക്കും. നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ ഏലിയ പ്രവാചകനെ കാണുന്നുണ്ട്. ഏലിയ പ്രവാചക യെസബേൽ രാജ്ഞിയെ ഭയന്ന് ഇങ്ങനെ മരണത്തെക്കുറിച്ച് ധ്യാനിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് കരുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകൻ ഏലിയ എല്ലാം നഷ്ടപ്പെട്ട് ഭയന്ന് വിറച്ച് ഇങ്ങനെ ഒരു 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 ഗുഹയുടെ അരികിൽ ഇങ്ങനെ മരണത്തെക്കുറിച്ച് ധ്യാനിച്ചിരിക്കുന്ന ഏലിയ, അവിടെ കർത്താവ് അവിടെ ദൂതനെ അയക്കുന്നുണ്ട്. ഒരപ്പവും, കല്ലിൽ ചുട്ടെടുത്ത ഒരപ്പവും ഒരു പാത്രം വെള്ളവും കുടിച്ചിട്ട് ദൂതൻ പറഞ്ഞു, ഏലിയ നീ ഇതെടുത്ത് ഭക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമാകും. വചനം പറയും, ഏലിയ ഈ ഒരൊറ്റ അപ്പവും ഈ ഒരു പാത്രം വെള്ളവും കുടിച്ചിട്ട് 40 ദിനരാത്രങ്ങൾ നിർത്താതെ നടന്ന് ഓടി ദൈവത്തിൻ്റെ മലയായ ഹൊറേബിൽ ചെന്നിട്ട് ഏലിയ അവിടെ കർത്താവിന് ബലി അർപ്പിക്കുന്നുണ്ട്. അച്ഛനിത് പറഞ്ഞത്, ഏലിയ എല്ലാം നഷ്ടപ്പെട്ട് മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരുങ്ങിയ ഏലിയായിക്ക് മരണത്തെക്കുറിച്ച് ധ്യാനിച്ചിരിക്കുന്ന ഏലിയായിലേക്ക് ദൈവം തമ്പുരാൻ കരുണ ചൊരിഞ്ഞു. അല്ലേ? മരിക്കാൻ കിടന്നവൻ, മരണത്തെക്കുറിച്ച് ഓർത്തവൻ നിർത്താതെ 40 ദിനരാത്രങ്ങൾ നടന്നു എന്നാ പറയുക. ഇമ്പോസിബിളായിട്ടുള്ള കാര്യം, അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കർത്താവ് ഒരു അപ്പവും
ഒരു പാത്രം വെള്ളവും കൊടുത്തു. കരുണ, കർത്താവിൻ്റെ കരുണ. ഏലിയായുടെ കുറവുകളിലേക്ക് കർത്താവ് അപ്പവും വെള്ളവുമായിട്ട് ഇറങ്ങിച്ചെന്നു. ഏലിയായെ കർത്താവ് ബലപ്പെടുത്തി, ഏലിയായെ കർത്താവ് ശക്തിപ്പെടുത്തി. ഏലിയ അവൻ നടന്നു, ഓടി 40 ദിവസം. മനുഷ്യൻ്റെ കുറവുകളിലേക്ക് കർത്താവ് കരുണയായി ഇറങ്ങി വരുന്നുണ്ട്. കർത്താവിൻ്റെ കരുണ. ഒരു ഉദാഹരണം കൂടി പറയുകയാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യത്തിൽ ഒരു ബെത്ഫദ എന്ന് പറയുന്ന ഒരു കുളത്തിൻ്റെ കടവ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ബെത്സൈദ എന്നും പറയുന്നുണ്ട് അതിനെ. വളരെ വളരെ അത്ഭുതമാണ്. കർത്താവ് നേരെ ഇറങ്ങിച്ചെന്ന് ഒരുവനോട് സംസാരിക്കുകയാണ്. അവൻ 38 വർഷമായി തളർവാദം പിടിപെട്ട് അവിടെ കിടക്കുന്ന അവൻ്റെ കുറവ് കർത്താവ് മനസ്സിലാക്കി, അവൻ്റെ വേദന കർത്താവ് മനസ്സിലാക്കി. 38 വർഷമായിട്ട് അവൻ അനുഭവിക്കുന്ന പീഡകൾ കർത്താവ് മനസ്സിലാക്കി. അവനെ ആരും സഹായിക്കാനില്ല എന്ന് മനസ്സിലാക്കി. വെള്ളം ഇളകുമ്പോഴേക്കും വെള്ളത്തിലേക്ക് ആദ്യം ഇറങ്ങി പിടിച്ച് ഇറക്കാനായിട്ട് തളർവാദം പിടിപെട്ട് കിടക്കുന്നവൻ ആരുമില്ലെന്ന് കർത്താവ് മനസ്സിലാക്കി. അവൻ്റെ വേദന മനസ്സിലാക്കി, കുറവ് മനസ്സിലാക്കി. എന്ത് ചെയ്ത്? കർത്താവ് ഇടപെട്ടു. ഇവിടെ ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കർത്താവ് അവന് 38 വർഷം കിടക്കുന്നു, അവനൊന്ന് സൗഖ്യം കൊടുക്കണമേന്ന് ഇവിടെ ആരും ബൈബിളിൽ പറയുന്നില്ല. കർത്താവ് ചെല്ലുന്നു, മകനെ നിനക്ക് നടക്കണമോ എന്ന് പറയുന്നു, ചോദിക്കുന്നു അല്ലേ. ആ 38 വർഷമായിട്ട് അവൻ അനുഭവിക്കുന്ന അവൻ്റെ കുറവുകളിലേക്ക്, അവൻ്റെ പോരായ്മകളിലേക്ക് കർത്താവ് യേശു തമ്പുരാൻ നിമിഷ നേരം കൊണ്ട്, ഫ്യൂ സെക്കൻഡ്സ്, കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവന് നൽകിയ സ്വർഗമാണ് കർത്താവിൻ്റെ കരുണ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യൻ്റെ കുറവുകളിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങി വരുന്ന സാഹചര്യത്തെയാണ് നമ്മൾ കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡിവൈൻ മേഴ്സി, സ്റ്റാച്യു ഓഫ് ഡിവൈൻ മേഴ്സി, കർത്താവിൻ്റെ കരുണയുടെ രൂപം കണ്ടിട്ടില്ലേ? ഹൃദയത്തിൽ നിന്നിങ്ങനെ 2 കളറിലെ ചുമപ്പും നീലയുമായ രശ്മികൾ വരുന്ന ഡിവൈൻ മേഴ്സിയുടെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലേ? കർത്താവിൻ്റെ ഹൃദയം കർത്താവ് തുറന്നു കൊടുത്തു. കർത്താവിൻ്റെ ഹൃദയത്തിലെ രക്തവും കർത്താവിൻ്റെ ഹൃദയത്തിലെ വെള്ളവും മുഴുവനും അവൻ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നൽകി കൊടുത്തു അല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള, നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോഴേക്കും കർത്താവ് നമ്മുടെയൊക്കെ പോരായ്മകളിലേക്ക് ഇറങ്ങി വരുന്നതിനെയാണ് കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത്. അച്ഛനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ വചനം ധ്യാനിക്കുമ്പോഴേക്കും വചന വ്യാഖ്യാനം നടത്തി അവിടം കൊണ്ട് നിർത്തരുതും പ്രിയമുള്ളവരെ. അത് നമുക്കെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും കൂടി ചിന്തിക്കുമ്പോഴാണ് വചനത്തിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ ആപ്ലിക്കേഷൻ പൂർണ്ണമാകുന്നത്. അതൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ കർത്താവിന് മാത്രമല്ല കേട്ടോ കരുണയുള്ളത്. ഈ കൊള്ളാം, കർത്താവിൻ്റെ കരുണ നല്ലതാണ്, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ അതോടൊപ്പം തന്നെ കർത്താവ് കരുണ കാണിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളും കരുണ കാണിക്കണം. ഈ വചനം വ്യാഖ്യാനിച്ചിട്ട് നിർത്തുന്നില്ല. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടർന്നു കൊണ്ടുപോവുകയാണ്. എങ്ങനെ കർത്താവ് കാണിച്ചു തന്ന ഈ കരുണ എന്തുകൊണ്ട് എനിക്ക് കാണിക്കാൻ പാടില്ല? എൻ്റെ കൂടെയുള്ളവൻ്റെ കുറവ് കണ്ടിട്ട് ആ കുറവുകളിൽ ഞാൻ നിറവായിട്ട് അവൻ്റെ താങ്ങായി, തണലായി, ശക്തിയായി, ബലമായി അവനെ സപ്പോർട്ട് ചെയ്തിങ്ങനെ നിൽക്കുമ്പോഴേക്കും കർത്താവിൻ്റെ കരുണ എന്നിലൂടെ അവനിൽ പ്രവർത്തിക്കും. അല്ലാതെ നമ്മൾ വെറുതെ വചനം ധ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇങ്ങനെ കടന്നു പോയാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഈശോ നമുക്ക് ഈ വചനം തരുമ്പോഴേക്കും എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണ ഈ കാലയളവിൽ നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെ തന്നെയാണ്. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും പരസ്പരം കുറവ് കണ്ടറിഞ്ഞ് ആ കുറവുകളെ നികർത്തിയാൽ അതാണ് കർത്താവിൻ്റെ കരുണ. അതിന് ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ
ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. ഈ നിമിഷത്തിൽ സ്വർഗത്തിലെ എല്ലാ നിവാസികളോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. സത്യമായും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് കരങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്. എല്ലാ സ്വർഗനിവാസികളും, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ, വിശുദ്ധ യൗസേപ്പ് പിതാവ്, അതുപോലെ തന്നെ നമ്മുടെ നാമത്തിലുള്ള വിശുദ്ധന്മാർ, നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥ, സകല മാലാഖമാർ, കാവൽ മാലാഖമാർ, എല്ലാവരോടും ചേർന്ന് നമുക്ക് പ്രത്യേകം മാധ്യസ്ഥം. നമ്മളിപ്പോൾ കേട്ട വചനം, കർത്താവേ, അങ്ങയുടെ കരുണ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളിലൂടെ മാത്രമല്ല, ഈ കാലയളവിൽ ഞങ്ങളുടെ കരങ്ങളിലൂടെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വലിയൊരു ബോധ്യം, ഉൾക്കാഴ്ച, വിശ്വാസം, അതിനുള്ള പ്രവർത്തനം ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങ് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുകൊള്ളണമേ. ആമേൻ.
സ്നേഹമുള്ളവരെ, നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവിൻ്റെ ആശീർവാദം നമ്മളെ ബലപ്പെടുത്തും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവത്തിൽ നമുക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു കൃപ നിറഞ്ഞാണ്. ആ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് എല്ലാ കാർഡിനാൾമാർ, ബിഷപ്പന്മാർ, വൈദികർ, സന്യാസി അൽമായർ എല്ലാവരും ചേർന്ന് ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് ഐക്യപ്പെട്ടുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് നമുക്ക് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്കും തിരിച്ച് സമയം കിട്ടുമ്പോൾ യാത്രാമധ്യേ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ജപമാല ചൊല്ലി ഈ പ്രഭാത വിരുന്നിലൂടെ ഗുഡ്നസ് TV-യിലൂടെ നമുക്ക് ഐക്യപ്പെട്ട് വിശ്വാസത്തിൽ പോകുന്ന ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.